പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രത്യക്ഷ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സ്വസ്ഥം ചെയ്യുന്ന കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതയാൽ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് ഉച്ചമുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കൊശങ്ങളിലും പെസ്സുകളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഈശോയെ, മാർഗരോഗങ്ങൾ മറാവ്യാധികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഈശോ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, നിന്നെ ആശ്രയിക്കുന്ന നിരാശന ഇടയാക്കലെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ, ഇന്നത്തെ ദിവസം സഞ്ചരിക്കുന്ന വഴികൾ, സംസാരിക്കുന്ന വ്യക്തികൾ, നിങ്ങൾ കടന്നു പോകുന്ന ഓരോ സംരംഭങ്ങൾ, ഓഫീസുകൾ, അതുപോലെ തന്നെ ഇടങ്ങൾ, വീടുകൾ, അവരോട് സംസാരിക്കുന്ന വിഷയങ്ങൾ എല്ലാം നിങ്ങൾക്ക് അനുകൂലമാകുകയും നിങ്ങൾക്ക് സംസാരിക്കാൻ ആവശ്യമില്ലാത്തത് സംസാരിക്കാതിരിക്കുകയും അസ്വസ്ഥതകൾ ഉണ്ടാകാതിരിക്കുകയും ഹൃദയം ഭാരപ്പെടാതിരിക്കുകയും എൻ്റെ ഹൃദയത്തെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ മുദ്രവെക്കുന്നു. കർത്താവെ, അങ്ങ് ആഗ്രഹിക്കാത്ത വഴികളിലൂടെ സഞ്ചരിക്കാതിരിക്കാൻ അവർക്ക് അങ്ങ് സംരക്ഷണം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കട്ടെ. നിൻ്റെ കുഞ്ഞുങ്ങളെ ആശീർവദിക്കട്ടെ. നീ ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ വിഷയവും, വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, നിങ്ങൾ കണ്ടുപിടിക്കേണ്ട സബ്ജക്റ്റുകൾ, കോഴ്സുകൾ, സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ രാജ്യങ്ങൾ എല്ലാം നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ട് വരാൻ ഇടയാക്കിയിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ്, നീ കുഞ്ഞുങ്ങൾ, സാധാരണ മനുഷ്യർ, കന്നുകാലികളെ കൊണ്ടും ആടുമാടുകളെ കൊണ്ടും ജീവിക്കുന്നവരുണ്ട്, കൃഷിയിടങ്ങളെ കൊണ്ടും ജീവിക്കുന്നവരുണ്ട്, മത്സ്യത്തൊഴിലാളികളായ സഹോദരങ്ങളുണ്ട്. എല്ലാവരും അനുഭവിക്കുന്ന അടിസ്ഥാന തൊഴിലവസ്ഥകളുടെ മേലുള്ള മറ്റുള്ളവരുടെ കടന്നു കയറ്റവും അതുമൂലം ഉണ്ടാകുന്ന വിലത്തകർച്ചയും
അതുമൂലം ഉണ്ടാകുന്ന കടക്കയറ്റങ്ങളിലുമെല്ലാം രക്ഷിക്കാൻ വേണ്ടി കർത്താവിൻ്റെ ചൈതന്യം നിന്നിലേക്ക് ആവശ്യിക്കുകയും നിന്നെ കർത്താവ് സംരക്ഷിക്കുകയും ചെയ്യട്ടെ. കെട്ടിച്ചു വിട്ട മക്കളെ, ക്ലേശങ്ങളോട് തിരിച്ചു വന്നിരിക്കുന്നവർ, ഗർഭിണിയായ മക്കൾ, ഗർഭശിശുക്ക് രോഗങ്ങളുള്ളവർ, കുടുംബത്തിൽ കലഹങ്ങളുള്ളവർ, അസമാധാനമുള്ളവർ, അകന്നു താമസിക്കുന്നവർ, ഒന്നു ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. വ്യത്യസ്തമായ കാര്യങ്ങൾക്കും ജോലിക്കും വേണ്ടി അന്യനാടുകളിലേക്ക് പോയിരിക്കുന്നവർ അവർ സമാധാനം തിരിച്ചെത്തുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരവിടെ തന്നെ കർത്താവിൻ്റെ കടൻ പരിഹരിക്കപ്പെടുകയും അവർക്കുണ്ടാകുന്ന തൊഴിൽ തകർച്ചകളെയും രേഖാമൂലമായ തകർച്ചകളെയും എല്ലാം കർത്താവ് പരിഹരിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. വിസ തകർന്ന് നഷ്ടപ്പെട്ടവരെ, വിസ തീർന്നു പോകാൻ പോകുന്നവരെ, പിന്നീട് പുതുക്കി കിട്ടാത്തവരെ അത് പുതുക്കി കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 8 ദിവസങ്ങളുടെ ഈ പ്രാർത്ഥന കഴിഞ്ഞ് വിസ പുതുക്കാത്തവർക്ക് 8 ദിവസങ്ങൾ അത് പുതുക്കി കിട്ടുവാനും 8 ദിവസങ്ങളിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സെറ്റ് ചെയ്യാനും കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശു കർത്താവാണെന്ന് പറഞ്ഞതിന് പിശാചിന് പോലും പ്രൊവിഷനുണ്ട്. അയാൾക്ക് നടക്കുന്ന കാര്യമാണത്. അതുകൊണ്ടാണ് 2:19 പറയണത്. യാക്കോബ് യേശു കർത്താവാണെന്ന് പിശാച് പറയേണ്ടത്. യാക്കോബ് 2:19 ദൈവം ഏകനാണെന്ന് ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു. അത് നല്ലത് തന്നെ. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുന്നു. അവർ ഭയന്ന് വിറയ്ക്കുകയും ചെയ്യുന്നു. ഭയന്ന് വിറയ്ക്കുക മാത്രമേ ഉള്ളൂ, അതിനുവേണ്ടി നിലനിൽക്കത്തില്ല അവൻ. ഉയർപ്പിന്റെ ഫലങ്ങളില്ലേ, ദൈവവിശ്വാസത്തിന് ഫലങ്ങളുണ്ടാകും. ഫലങ്ങളെ കൊണ്ടല്ലേ വൃക്ഷത്തെ അറിയണത്. അതാണ് വിഷയം. ഉയർപ്പിൽ വിശ്വസിച്ചിട്ടെന്ന് പറഞ്ഞാൽ ഉയർപ്പ് അംഗീകരിക്കണം. അംഗീകരിക്കുമ്പോൾ എന്ത് പറ്റും? അംഗീകാരത്തിൻ്റെ ഫലങ്ങളുണ്ടാകും. കർത്താവ് ഫലങ്ങൾ ഉണ്ടാകുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഉയർപ്പ് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഭാഗം മാത്രമാണ്, 30%. ഉയർപ്പിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കുകയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലങ്ങളുണ്ടാകും. അപ്പോൾ ഉയർപ്പിൻ്റെ ഫലങ്ങളാണ് ഉയർപ്പിനെ സാധൂകരിക്കണത്. നീ ഉയർപ്പിൽ കർത്താവിൻ്റെ ഉയർപ്പ് അംഗീകരിക്കുന്നു എന്നുള്ളത് നിൻ്റെ ഫലങ്ങളിൽ നിന്നാണ് വരണത്. അതാണ് ഇവിടുത്തെ പ്രശ്നം മുഴുവനും. ഇപ്പം നമ്മളെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒത്തിരിയേറെ ആരോപണങ്ങൾ ഒക്കെ വരത്തില്ലേ. അപ്പം ആരോപണങ്ങളൊക്കെ വരണം നല്ലതായി ശരിക്കും പറഞ്ഞാൽ. കാര്യം എന്താണ്? അതൊരു സോഷ്യൽ ഓഡിറ്റിങ്ങാണ്. നമ്മുടെ കയ്യിൽ മിസ്റ്റേക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പൊതുസമൂഹത്തെ ഒരു ജാഗ്രതയാണ് ഇതുപോലുള്ള വിമർശനങ്ങൾ. അപ്പം നമ്മൾ നമ്മുടെ ഭാഗം ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളല്ല, അതിനകത്ത് നുണമുണ്ടോ തെറ്റുണ്ടോ അത് അവരും ദൈവമായിട്ട് ഉത്തരിക്കേണ്ടതാണ്. നമ്മളെ ശുശ്രൂഷയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൽ നമ്മളൊരു ശുശ്രൂഷ ചെയ്യുന്നു, അത് ആഴമായ ബോധ്യത്തോട് ചെയ്യുന്നതുകൊണ്ട് ദൈവം ജനങ്ങളെ അനുഗ്രഹിക്കുന്നു. അത് കാണുമ്പോൾ പിശാചിന് എന്തിനൊക്കെ തോന്നും, ആരെങ്കിലൊക്കെ എടുത്ത് ഉപയോഗിക്കുവാൻ. അതൊന്നും അതിൻ്റെ പുറകെ നടക്കേണ്ട കാര്യമില്ല നമുക്ക്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഈശോ എന്താ പറഞ്ഞത്? യുദാസിനോട് പോലും പറഞ്ഞത് എന്താണ്? നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യണം, അതിനകത്ത് ഒരു പ്രശ്നമില്ല. അത് നിന്റെ കഴുത്തെ പിടിക്കാനോ കയ്യിൽ പിടിക്കാനോ നിനക്കെതിരെ കേസ് കൊടുക്കാനോ അയാൾ റെഡി. ഈശോ യുദാസിനോട് അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ അതിനൊന്നും നിൽക്കത്തില്ലെന്ന് പറയും. എന്താണ്? മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകും. എന്തോ ഒരു വചനമാണ് അത് ശരിക്കും പറഞ്ഞാൽ. അപ്പം നിങ്ങളെപ്പോഴും ഓർക്കണം. ഇപ്പം പിതാവിൻ്റെ കൃപാസനത്തെക്കുറിച്ചാണെങ്കിലും ആദ്യകാലം മുതൽ ഇതിനകത്തുള്ളതെല്ലാം പുതിയ പുതിയ ദൈവാനുഭവങ്ങളായത് കാരണം ഇതൊരു മൂവ്മെൻറ്റ് വരുമ്പോഴേ, ഇപ്പം കാരിസ്മാറ്റിക് മൂവ്മെൻറ്റ് തന്നെ വന്ന കാലത്ത് ഭയങ്കര വിമർശനങ്ങളല്ലായിരുന്നു. ഇപ്പോഴും അതിൻ്റെ വിമർശനങ്ങളുണ്ട്. അപ്പോൾ വിമർശിക്കുന്നവർ എല്ലാ മേഖലകളിലും ഉണ്ടാകും, എല്ലാ വിഷയങ്ങളെക്കുറിച്ച് വിമർശിക്കും. പക്ഷേ എന്താ നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ? അവർ പറയണത് ശരിയാണോ? ശരിയാണെങ്കിൽ നമ്മളെ തിരുത്തണം. അല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് എന്നാ പ്രശ്നം? കാര്യം വളർത്തുന്നത് ആരാണ്? ദൈവം വളർത്തിയെന്നല്ല പറയണത്. 1 കൊരിന്ത്യർ 3:6 ഞാൻ നട്ടു അപ്പോളോ നനച്ചു എന്നാൽ ദൈവമാണ് വളർത്തിയത്. അപ്പോൾ ഒരു പ്രസ്ഥാനമായ ശുശ്രൂഷ വളരണത് എങ്ങനെയാ? ദൈവമാണ് അതിനെ വളർത്തുന്നത്, ഒരു സംശയമില്ല കാര്യത്തിൽ. ഇപ്പോൾ കൃപാസനത്തെ ദൈവം വളർത്തുന്ന ഒരു വലിയ മിഷൻ ഫീൽഡാണത്. ദൈവത്തിൻ്റെ കൈവെട്ടാൻ നടക്കാൻ പറ്റത്തില്ല. ഞങ്ങളെപ്പോലുള്ള പ്രവർത്തകർ എന്ത് ചെയ്യും? നടുകയും ചെയ്യും, നനയ്ക്കുകയും ചെയ്യും. അതേ ഞങ്ങൾക്കൂടെ പറഞ്ഞിട്ടുള്ളത്. ദൈവം തരുന്നത് ഞങ്ങൾ നടും, ഞങ്ങളുടെ കൂടെ ഉള്ളവർ അത് നനക്കും. പക്ഷെ വളർത്തുന്നത് ആരാണ്? ദൈവമാണ്. അപ്പോൾ വളർച്ചയെക്കുറിച്ച് ഞങ്ങൾക്ക് അവരങ്ങനെ വിമർശിക്കുമ്പോൾ അയ്യോ ഇത് വളരാതിരിക്കുമോ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അതവരല്ലേ വളരെ ഫ്രീ ആയിട്ട് സ്വാതന്ത്ര്യം നിൽക്കുന്നത്. എന്താ കാര്യം? അവരെ നമ്മളെന്താണ് ചെയ്യണത്? അവരെ അനുഗ്രഹിക്കുക മാത്രമേ ചെയ്യാവൂ. നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദൈവ വഴി പോണതിന് എപ്പോഴും ശത്രുക്കളവരെ അനുഗ്രഹിക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ. പക്ഷേ നമ്മുടെ സത്യങ്ങൾ പറയാൻ
നമുക്ക് ബാധ്യതയുണ്ട്, അത് മറച്ചു വെക്കരുത്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നീ വിളക്ക് മുറം കൊണ്ട് മൂടരുത്. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ വിമർശനങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ അടിയിൽ നിങ്ങളുടെ അനുഭവങ്ങൾ പറയും. കള്ളത്തരമൊന്നും പറയരുത്. കൃപാസനത്തെ സംരക്ഷിക്കാൻ വേണ്ടി അങ്ങനെ പോരാളികളൊന്നും ആകേണ്ട ആവശ്യമില്ല. മറിച്ച് നിങ്ങൾക്ക് കിട്ടിയ ദൈവാനുഭവങ്ങൾ കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അതിൻ്റെ കാർഡിൽ കമൻറ്റ് ചെയ്യണം, എൻ്റെ അനുഭവം ഇതാണെന്ന് പറയണം. അങ്ങനെ എത്രയോ പേര് പറയുന്നുള്ളതെന്നറിയാമോ? കാര്യം എന്താണ്? തിന്മയെ എപ്പോഴും നന്മ കൊണ്ടാണ് ജയിക്കേണ്ടത്. റോമ 12:21 റോമ. തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ. തിന്മ നിങ്ങളെ കീഴടക്കാതെ, പ്രത്യേകിച്ച് ഉടമ്പടി എടുത്തിരിക്കുന്ന ആൾക്കാർ, അതെ, തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുക. അപ്പൊ നമ്മൾക്ക് കറക്റ്റായുള്ള സ്റ്റാൻഡിങ് നിശ്ചയം തന്നിട്ടുണ്ട്. തിന്മയെ തിന്മ കൊണ്ടല്ല കീഴടക്കേണ്ടത്. അവർ നമ്മളെ തന്ത വിളിക്കുമ്പോൾ നമ്മൾ തിരിച്ചു തന്ത വിളിക്കുകയല്ല ചെയ്യേണ്ടത്. തിന്മയെ നന്മ കൊണ്ട് കീഴടക്കാം. അപ്പം നന്മ തിന്മയേക്കാൾ ബലമുള്ള ആയുധമാണ്. ഇപ്പം അവരുടെ കയ്യിൽ ഇരിക്കുന്നത് ഒരു ഫിസ്റ്റോളാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന പീരങ്കിയാണ്. അതാണ് വ്യത്യാസം. തിന്മയെ ഈശോയാണ് പറഞ്ഞത്, തിന്മയെ കീഴടക്കാൻ പറ്റിയ ഏറ്റവും വലിയ ആയുധം നിങ്ങൾക്ക് തരാം. എന്താണ്? തിന്മയെ നന്മ കൊണ്ട് കീഴടക്കണം. അത് എന്ത് ചെയ്യണം? നിങ്ങളും തിന്മയിലേക്ക് പോകരുത്. കാര്യം നമ്മുടെ പ്രാർത്ഥന മൊത്തം തിന്മയിൽ നിങ്ങൾ രക്ഷിക്കണമെന്നല്ലേ. പിന്നെ എങ്ങനെ നമ്മൾ തിന്മ ചെയ്യണേ? നമ്മൾ പഠിപ്പിച്ച പ്രാർത്ഥന എന്താണ്? സ്വർഗ്ഗസ്ഥനായ പിതാവില് പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിങ്ങൾ രക്ഷിക്കണമേ. അപ്പോൾ പിന്നെ എന്താ നമുക്ക് തിന്മ വരാണത്? തിന്മ ചെയ്യേണ്ട കാര്യം എന്ത്? തിന്മയിൽ നിന്ന് രക്ഷിക്കണമെന്നല്ല നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് കുടുങ്ങിയാൽ എങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്നാ ചെയ്യും? ശത്രുക്കളെ ആശീർവദിക്കുക മാത്രമേ ചെയ്യാവൂ. റോമ 12:14 നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുക. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവേൻ. അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. അതാണ് സംഭവം. ശപിക്കുകയും ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ കാര്യത്തിന് പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്നവന് ആത്മാവിൻ്റെ ഫലങ്ങളിലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ള എല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെയല്ലേ സഭ ഇവിടം വരെ എത്തിയത്. അപ്പം സഭ ഏകാഗ്രമായിരിക്കാനും കൂടുതൽ പ്രാർത്ഥിക്കാനും കൂടുതൽ വിശുദ്ധിയോടെ ജീവിക്കാനും മറ്റ് സഭയ്ക്ക് അനുയോജ്യമല്ലാത്ത തീരുമാനങ്ങളോ ചെയ്തികളോ വരാതിരിക്കാൻ വേണ്ടി ജാഗ്രത ഉണ്ടാക്കുന്ന അതാണ് സഭയുടെ ശുശ്രൂഷകരുടെ ലക്ഷ്യം. കാര്യം നമുക്കൊരു ബാക്കി എന്താണ്? ബാക്കിയെല്ലാം കർത്താവാണ് ക്രമീകരിക്കുന്നത്. ദ്രോഹിക്കുന്നവരെ ആശീർവദിക്കണമെന്ന് ഈശോ പറഞ്ഞില്ലേ. എന്നിട്ട് പൗലോസ് അപ്പോസ്തലൻ അത് പറഞ്ഞപ്പോൾ ഈശോയുടെ വചനങ്ങൾ വ്യാഖ്യാനിച്ചപ്പോൾ പൗലോസ് അപ്പോസ്തലൻ സഭയിൽ കണ്ടത് നിങ്ങൾ ദ്രോഹിക്കുന്നവരെ ആശീർവദിക്കുന്നുണ്ട് ആൾക്കാർ. പിന്നെ എന്നാലും ചെറിയ അണ്ണന്മാരൊക്കെ ഉള്ളിൽ എന്നാലും നീ എനിക്കിട്ടങ്ങനെ പണിതല്ല, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, നിങ്ങൾ ദ്രോഹിക്കുന്നവരെ ആശീർവദിക്കുക മാത്രമേ ചെയ്യാവുന്നു. അത് കറക്റ്റ് ചെയ്ത് ചെത്തിച്ചേർപ്പിച്ചിരിക്കുകയാണ് അവിടെ. അതെന്തിനാണെന്നറിയാമോ? പരിശുദ്ധാത്മാവ് പൂർണ്ണമായിട്ട് നിങ്ങൾ പ്രവർത്തനക്ഷമമാകാൻ വേണ്ടിയാണ് പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ നിർദ്ദേശം നൽകിയത്. മക്കളിത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പഠിപ്പിക്കലാണ്. ഇത് നിങ്ങൾ ഓപ്പൺ ഫൈറ്റിന് വേണ്ടി ഞാൻ പറയണതല്ല. ഇങ്ങനെയുള്ള സ്ഥാനങ്ങളിൽ നിങ്ങൾ ആവശ്യമില്ലാത്ത ആരാധനയും അവകാശങ്ങളും കൊടുത്ത് ആരെങ്കിലും ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ കൃപയെ ഡിമിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പറയാൻ മനസ്സിലായില്ല? ആവശ്യമില്ലാത്ത ആരാധനയും അവകാശം കൊടുത്ത് നിങ്ങൾ ആരെങ്കിലും ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ കൃപയെ പൂർണ്ണ തോതിൽ ദൈവം പ്രവർത്തിക്കുന്നതിന് വിഘാതമായി നിൽക്കുകയാണ്. ഇത് നയതന്ത്രപരമായിട്ടാണ് അവരെ നിങ്ങൾ സൈഡ് ലൈൻ ചെയ്യേണ്ടത്, അല്ല ഡയറക്റ്റ് അറ്റാക്ക് ചെയ്തുകൊണ്ടല്ല. മനസ്സിലായോ? ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യേണ്ടത് ഇംപ്രൂഡൻസ് ആണ്. ഇറ്റ് അഗൻസ്റ്റ് പ്രൂഡൻസ്, വിവേകത്തിനെതിരാണ്. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഒരു സ്ഥാനം ഇത് ഇത്രയേ ഉള്ളൂ. ആരെങ്കിലും പേടിക്കരുതെന്ന് അർത്ഥം. മനസ്സിലായില്ലേ? ആരെങ്കിലും നിങ്ങൾ ഞാനിപ്പോൾ സപ്പോർട്ട് വലിച്ചു കളയും. ചില ആൾക്കാർ, ചില ഘടകകക്ഷികൾ അവർ ഭരണകക്ഷിക്കുള്ള പിന്തുണ വലിക്കുമ്പോൾ ഉടനെ മന്ത്രിസഭ പോകുകയല്ലേ. അങ്ങനെയുള്ള അഭ്യാസങ്ങളൊന്നും നിൻ്റെ അടുത്ത് വേണ്ട. എന്നെ സൃഷ്ടിച്ച എൻ്റെ കർത്താവാണെന്ന് നീ പറയണം. കൈയിടിച്ച് കർത്താവ് പരമദിവ്യകാരുണ്യത്തിന്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനെ പറയണത്, അദൃശ്യരായ യജമാനന്മാരെ സൂക്ഷിക്കരുതെന്ന് പറയാൻ കാരണം ആരാധനയുടെ ബേസിക് പ്രീ റെക്വസിസ്റ്റ്. ഒരു ദൈവത്തെ നിങ്ങൾക്ക് ആരാധിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ 11ാം ക്ലാസ്സിൽ +2 +1 നിങ്ങൾക്ക് അഡ്മിഷൻ വേണം. അതിൻ്റെ ബേസിക് പ്രീ റെക്വസിസ്റ്റ് എന്താണ്? 10ാം ക്ലാസ് മര്യാദയ്ക്ക് പാസ്സായിരിക്കണമെന്നല്ലേ? ഇല്ലേ? അത് തന്നെയാണ്. നിങ്ങൾക്ക് ആരാധിക്കണമെന്നുണ്ടെങ്കിൽ യജമാനന്മാരെ നിങ്ങൾ പുറത്താക്കേണ്ടി വരും.
എന്താണ്? അടിമകൾക്ക് ആരാധനയില്ല. അടിമകൾക്ക് ആരാധനയില്ല, ഉറപ്പല്ലേ? നിങ്ങളിപ്പോൾ ഓരോ ആൾക്കാരുടെയും ഇങ്ങനെ ഭീഷണി പുറത്ത് അവരുടെ ഉപജാപത്തിൽ അവരെ ഇപ്പോൾ ചിലർ പറയത്തില്ല, ചിലർ പള്ളി വിടത്തില്ല, ചില ആൾക്കാർ പ്രാർത്ഥിക്കാൻ അനുവദിക്കത്തില്ല, ചില ആൾക്കാർ കുടുംബ പ്രാർത്ഥന അംഗീകരിക്കത്തില്ല. ഇങ്ങനെയുള്ള യജമാനന്മാരുടെ അടിമകൾക്ക് ഒരിക്കലും ആരാധനയ്ക്ക് അവകാശമില്ല. അടിമകൾക്ക് ആരാധനയ്ക്ക് അവകാശമില്ലെന്ന് പറയുന്ന ഒരേ ഒരു പുസ്തകമാണിത്. മോസസ് എന്തുകൊണ്ടാണ് ഫറവയോട് പറയണത്? ഫറവയോട് പറയണം, എൻ്റെ ജനത്തെ വിട്ടുതരാൻ ദൈവം ആഗ്രഹിക്കുന്നു. നീ എൻ്റെ ജനത്തെ അടിമകളാക്കി വെച്ചിരിക്കുകയാണ്. അവരെ സ്വതന്ത്രരാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്തിനാണ്? മരുഭൂമിയിൽ എന്നെ വന്ന് ആരാധിക്കാൻ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. Thank the word of God. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പുറപ്പാട് 7:16. വായിച്ചോളൂ. നീ അവനോട് വേർഡ് പറയണം. ഓഫ് ഗോഡ്. പുറപ്പാട് 7:16. പുറപ്പാട് 7:16. നീ അവനോട് പറയണം, നീ അവനോട് പറയണം, ഹെബ്രായരുടെ ദൈവമായ കർത്താവ് എന്നെ നിന്റെ അടുത്തേക്ക് അയച്ചത് മരുഭൂമിയിൽ എന്നെ ആരാധിക്കാൻ എന്റെ ജനത്തെ അയക്കുക എന്ന് ആവശ്യപ്പെടാനാണ്. അതാണ് പ്രശ്നം. അടിമകളെ വെച്ചിരിക്കുന്ന ഹെബ്രായ ജനത്തെ മോചിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ആരാധിക്കാൻ വേണ്ടിയാണ്. കാര്യം എന്താണ്? ആരാധന എന്ന് പറയണത് ദൈവത്തിന് പുതുത്വത്തിൻ്റെ മുഴുവൻ സംവിധാനങ്ങളും പരിപാലനകളും തൻ്റെ സൃഷ്ടിക്ക് ലഭിക്കുന്ന ഏറ്റവും മഹനീയമായ ശുശ്രൂഷയാണ്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ വളരെ ഗൗരവതരമായ ഒരു ടോപ്പിക്കാണ് പരിശുദ്ധാത്മാവ് നമുക്ക് വിളമ്പി തന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഒന്നാമത്തെ കാര്യം, നിനക്ക് ഇൻട്രിൻസിക് ബോണ്ടേജ് ഉണ്ടെന്നാണ് ചോദിക്കണത് കർത്താവ്. ആന്തരികമായ അടിമത്തമുണ്ടോ? ആരാധനയ്ക്ക് നീ യോഗ്യനല്ല. ആന്തരിക അടിമത്തമുള്ളവർക്ക് ആരാധനയ്ക്ക് യോഗ്യമല്ല, അവകാശമില്ല. അതാണ് സംഭവം. ആരാധന അവകാശം എന്ന് പറയണത് നീ അവരെ വിട്ടു പോരണം. ആരുമായിട്ടാണ്? ദൈവത്തിന് നിരക്കാത്ത, അപ്പം ദൈവവിശ്വാസം ഇല്ലാത്തത് കൊണ്ടും ദൈവത്തെ ഭയപ്പെടാത്തത് കൊണ്ടും ദൈവത്തെ അംഗീകരിക്കാത്തത് കൊണ്ടുമാണല്ലോ ചില ആൾക്കാർ നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത്, ബന്ധുക്കളായാലും സ്വന്തപ്പെട്ടവരായാലും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ അവരെ പേടിച്ചാൽ, ആരെ പേടിക്കണമെന്ന് ഞാൻ പറയാം. ആരെ പേടിക്കേണ്ടത്? കൊന്നതിന് ശേഷം നരകത്തിൽ തള്ളിക്കളയാൻ കഴിയുന്നവനെ മാത്രം പേടിക്കുക. ആര്? ദൈവത്തെ മാത്രം പേടിക്കുക. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, അങ്ങേ മാത്രം പേടിക്കുന്ന അവസ്ഥയിലേക്ക് എൻ്റെ ജീവിതത്തെ നീ പുനഃക്രമീകരിക്കണമേ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഈ ആന്തരിക അടിമത്വം അദൃശ്യമായ തരത്തിലുള്ള വ്യക്തികളുടെ യജമാനത്തെ ഭാഗത്തെ മാനസികമായിട്ട് അംഗീകരിച്ച് കൊണ്ട് കൊടുക്കുന്നത് നമുക്ക് കർത്താവിൻ്റെ ശക്തി പൂർണ്ണ തോതിൽ നമ്മളിലേക്ക് ആവഹിക്കുന്നതിന് തടസ്സമായി വരും. ശക്തി ലഭിക്കത്തില്ല എന്നല്ല വചനം പറയണത്, മറിച്ച് പൂർണ്ണമായി ക്രിസ്തുവിൻ്റെ ശക്തി പൂർണ്ണമായി നിന്നിലേക്ക് ആവശ്യിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ദൈവത്തിൻ്റെ ലക്ഷ്യം എന്താണ്? പൂർണ്ണമായി നീ ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കണം. അപ്പോൾ പൂർണ്ണമായി ദൈവത്തിൻ്റെ ആശ്രയിക്കുമ്പോഴേ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് അതാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? കാര്യം ദൈവത്തിന് വേണമെങ്കിൽ ഡിവോയ്ഡ് ഓഫ് എനി റിലേഷൻ എനി മെറിറ്റ് നിന്നെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. ആരും നിന്നെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിലും ആരും നിന്നെ സഹായിച്ചില്ലെങ്കിലും ദൈവത്തിന് നിന്നെ ഏത് അവസ്ഥയിൽ നിന്ന് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നീ സമ്മതിക്കത്തില്ല. നീ എന്താ പറയണത്? നീ കുറേ ആൾക്കാരെ നീ കെട്ടിവരഞ്ഞ് പിടിച്ച് നിൽക്കുകയാണ്. അവരെന്നെ സഹായിക്കും, അവരെന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് വിസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്കവിടെ ഇംഗ്ലണ്ടിൽ അവരെനിക്ക് സ്ഥലം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, കിടക്കാൻ വേണ്ടിയൊരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞ് ദൈവത്തെക്കാൾ പ്രാധാന്യം നീ ഓരോ ആൾക്കാർക്ക് കൊടുക്കും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അവർ നിന്നെ ഇട്ടച്ചും പോകുമ്പോൾ നീ ഇരുന്ന് മോങ്ങുകയും ചെയ്യും. നീ നിൻ്റെ കരച്ചിൽ നിൻ്റെ സൃഷ്ടിയാണ്. നിൻ്റെ കരച്ചിൽ നീ ആവശ്യമില്ലാത്ത ഇപ്പോൾ ഇറ്റ്സ് ഒരാൾ ദൈവം തിരുമനസ്സാകണമെങ്കിൽ വചനത്തിൻ്റെ നിലപാട് എന്താണ്? നാളെ ഞങ്ങൾ പട്ടണത്തിൽ പോകും, ഇന്ന വ്യാപാരം നടത്തും, ലാഭം ഉണ്ടാക്കും എന്ന് നിങ്ങൾ പറയരുത്. എന്താ പറയണ്ട? യാക്കോബ് ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന, ആരാധന.
വായിച്ചോളൂ. യാക്കോബ് 4:13 വരെയുള്ള തിരുവചനങ്ങൾ. യാക്കോബ് 4:13. ഇന്നോ നാളെയോ പറഞ്ഞ ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരു വർഷം താമസിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന നിങ്ങളോട് ഒന്ന് പറയട്ടെ. നാളത്തെ നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കും എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ. അല്പനേരത്തേക്ക് പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന മൂടൽ മഞ്ഞാണ് നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്. ഇതാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്. എങ്ങനെയാണ്? കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യും. ഇവിടെയാണ് പ്രശ്നം. ഇതാണ് എൻ്റെ താക്കോൽ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഓഫർ തരാം. ഓരോ ഓഫർ എന്ന് പറയുന്ന സംഭവമില്ലേ, ഓഫർ. ഈ ഓഫറിൻ്റെ കയറത്തിലാണ് പലരെയും കെട്ടിയിട്ടിരിക്കുന്നത് പിശാച്. ഈ ഓഫറിൻ്റെ കാണാത്ത കയറിലാണ് പല ആൾക്കാരെയും പിശാച് കെട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ അവരിങ്ങനെ ഓഫർ തരുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് വീട് സ്ഥലമാകാം, അല്ലെങ്കിൽ അവരുടെ കൂടെ ഇംഗ്ലണ്ടിൽ അവരുടെ കൂടെ താമസിക്കാൻ പറ്റുമെന്ന് പറയണതാകാം. നിങ്ങൾക്കൊരു ഓഫർ തരികയാണ്. അപ്പോൾ പിന്നെ നിങ്ങൾ അവരുടെ മുമ്പിൽ വച്ചാനിച്ച് നിൽക്കുക. പറഞ്ഞേ മനസ്സിലായി, നീ അടിമയായി തീർന്നു, അവിടെ നിൻ്റെ തീർന്നു. പക്ഷേ എന്താ കാര്യം? നീ ഒരിക്കൽ മനുഷ്യൻ്റെ അടിമയായാൽ ദൈവത്തിൻ്റെ യജമാനത്വ ഭാവം നിന്ന് മാറും. പിന്നെ ദൈവം നിന്നെ തിരിഞ്ഞ് നോക്കത്തില്ല. എന്താ കാര്യം? നീ ഓൾറെഡി സെക്യൂറായി. മനസ്സിലായി, ഒരു സെക്യൂറായി. എന്താ കാര്യം? ഓഫറിൻ്റെ കാണാത്ത കയറിൽ നിന്നെ കെട്ടിയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓർക്കുക, നിൻ്റെ കൃപയുടെ നീർച്ചാൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് യാക്കോബ് എന്താ പറയണത്? 4:13 എന്താ പറയണത്? നിങ്ങളിങ്ങനെ ചിന്തിക്കരുത്. ഓഫറൊക്കെ തരും ആൾക്കാർ, പക്ഷേ അതിനകത്ത് പോയി ഹൃദയം മയങ്ങി നിൽക്കരുത്. നിങ്ങൾ എന്താ പറയേണ്ടത്? ഇറ്റ്സ് ഓക്കെ, ക്ലിയർ. കർത്താവ് തിരുമനസ്സാകണമെങ്കിലാ ഞങ്ങൾ അവിടെ വരികയും വ്യാപാരം ചെയ്യുകയും ചെയ്യും. ഇല്ല കർത്താവിൻ്റെ തിരുമനസ്സ് മറിച്ചാണെങ്കിൽ കർത്താവിൻ്റെ ഇഷ്ടം നിറവേറും. അപ്പോൾ അവിടെയെല്ലാം കർത്താവിനാണ് പ്രാധാന്യം വരേണ്ടത്. കൃപ ഒഴുക്കുന്നതിൻ്റെ തടസ്സത്തിൽ വരാൻ പോണത് ഈ ഓഫറിങ്ങാണ് വരണത്. ചിലപ്പോൾ ഓഫറിംഗ് എന്ന് ചിലപ്പോൾ നടക്കത്തുമില്ല, അതേസമയം നിന്നെ ദൈവത്തിൻ്റെ കൃപയിൽ നിൽക്കത്തില്ല. നീ നിത്യതെണ്ടിയായിട്ട് മാറുകയും ചെയ്യും. ഒത്തിരി പേരാണ് ഇങ്ങനെ ഈ ബലിയാടുകൾ വരണത്, ഓഫറിൻ്റെ ബലിയാടുകൾ വരണത്. അപ്പോൾ അതുകൊണ്ട് നീ ദൈവത്തിലേക്ക് വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഫുള്ളായിട്ടാണ് ദൈവത്തിലേക്ക് വരണത്. മനസ്സിലായില്ലേ? ദൈവത്തിലേക്ക് വരുന്നത് ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ട് ഭാഗികമായിട്ടൊരാൾക്ക് ദൈവത്തിലേക്ക് വരാൻ പറ്റത്തില്ല. ഒരു അനുഷ്ഠാനം കാണിച്ചിട്ടേ ഒരു ഭാഗികമായിട്ട് ദൈവത്തിലേക്ക് വരാൻ പറ്റത്തില്ല. കർത്താവ് പറഞ്ഞു, നിനക്ക് ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കുക സാധ്യമല്ല. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ. മത്തായി 6:24 രണ്ട് യജമാനന്മാരെ സേവിക്കാൻ. രണ്ട് യജമാനന്മാരെ ഒന്നും കണ്ടില്ലേ ഇവിടെ? അത് പറഞ്ഞ രണ്ട് യജമാനന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഒന്നുകിൽ ഒരുവനെ ദ്വേഷിക്കുകയും ഉപേക്ഷിക്കുകയും അപരനെ സ്നേഹിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അപരനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അതാണ് വിഷയം. പല ആൾക്കാർക്കും കൃപ പൂർണ്ണമായിട്ട് കിട്ടാത്തതിൻ്റെ കാരണം രണ്ട് വള്ളത്തിൽ കാല് വെച്ചിരിക്കുന്നതാണ്. രണ്ട് കാലുണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് രണ്ട് വള്ളത്തിൽ വെക്കേണ്ടത് പറ്റില്ല. മനസ്സിലായില്ലേ? രണ്ട് കാലം കൂടി ഒരു വള്ളത്തിൽ വെക്കുമ്പോഴാണല്ലോ ആൾക്കാർ വീഴാൻ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ടെസ്റ്റിംഗ് ഉണ്ടാകുന്ന നോക്കണം. എല്ലാവർക്കും തന്നെ ഉണ്ട് ഈ വിഷയം. പല ആൾക്കാരും കൃപയിൽ പുരോഗമിക്കാത്തതിൻ്റെ കാരണം ദൈവത്തിനേക്കാൾ പ്രാധാന്യം വ്യക്തികൾക്കും ഇതുപോലെയുള്ള നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുത്തുമെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് നൽകുന്നതിലൂടെയാണ്. ഇത് എനിക്ക് തോന്നുന്നത് ഒരു 98% ആൾക്കാരും ഇതിൻ്റെ ഒരു വലയിലാണ് ശരിക്കും. ദൈവത്തിന് നിങ്ങളെ പൂർണ്ണമായി സഹായിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം നിങ്ങളുടെ പകുതി വേറെ ആട് വായിലാണ്. അതാണ് വിഷയം. അത് വളരെ ശ്രദ്ധിച്ച് നോക്കേണ്ടതാണ്. അല്ല നിങ്ങളെ ഇങ്ങനെ കുറച്ച് ഇപ്പോൾ എന്താ പ്രശ്നം? ഇപ്പോൾ ഈ ആഷ്ലിയുടെ സാക്ഷ്യം നോക്കിയത് നമ്മുടെ സാക്ഷ്യമല്ല പരിശോധിച്ചത്. ആഷ്ലി എന്താ പറയുന്നത്? ഐ ഹാവ് നോ സപ്പോർട്ടേഴ്സ്. എനിക്കിവിടെ വരാൻ പോലും അറിയത്തില്ല. ഞാനൊരു പെൺകൊച്ച്, അവൾ കൊച്ചാണേ, അത്രയും വലിയ ഒന്നുമില്ല. അവൾ ഒരു BSc കാര്യത്തിലാണ്. പക്ഷേ നീലഗിരിയിൽ നിന്ന് വരണം, ബോർഡറിലാണ് താമസിക്കുന്നത്. അവിടുന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം. പക്ഷേ ഉടമ്പടി എടുക്കും മാതാവിൻ്റെ കാര്യം കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു തോന്നൽ വന്ന് അമ്മയെല്ലാം ശരിയാക്കുമെന്ന്. അതാണ് ദൈവവിളിയെന്ന് പറയുന്നത്.
നിനക്കുള്ള ഊണ് അമ്മ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മാതാവിൻ്റെ കാര്യം പക്ഷേ അവൾക്ക് വരണേ കുറേ പ്രശ്നങ്ങളുണ്ട്. എന്താണ്, ഒറ്റയ്ക്ക് വരണം, അവിടുന്ന് വരണം, ആരെങ്കിലും കൂട്ട് കിട്ടണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ പാവം എന്തൊരു 1 മാസത്തിനുള്ളിൽ വന്ന് ഉടമ്പടി എടുത്ത് എന്താ സംഭവം? ഉടമ്പടി എടുക്കുമ്പോൾ എന്താ, അവൾക്ക് OIT എഴുതണം, വിദേശത്ത് പോയി ജോലി ചെയ്യണം. അതാണ് അവിടെ പ്രശ്നം. അതിന് അവൾക്ക് ഡീമെറിറ്റ്സ് കുറേ ഉണ്ട്. എല്ലാം മലയാളം മീഡിയം ആണ്. അത് കാരണം ഒരു മൊഡ്യൂൾസിന് കയറാൻ രക്ഷയില്ല. സ്പീക്കിംഗ് കിട്ടത്തില്ല, അതുപോലെ തന്നെ റൈറ്റിംഗ് കിട്ടത്തില്ല, പിന്നെ ഹിയറിങ്ങും ഒക്കെ എല്ലാം പോകും, റീഡിങ്ങും ഒക്കെ പോകും. അപ്പോൾ എങ്കിലും അമ്മ എന്നെ സഹായിക്കും, അതാണ് അവളുടെ വിഷയം. അവളത് മനസ്സിൽ പറയുന്നുണ്ട്, അമ്മ എന്നെ സഹായിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. കാര്യം ഞാൻ കുഞ്ഞുനാൾ മുതൽ അമ്മയെന്നും പറഞ്ഞ് നടക്കുന്ന ഒരാളാണ്. യാക്കോബീസ് ആണെങ്കിലും എൻ്റെ മനസ്സിൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കണം, എപ്പോഴും അമ്മയോടാണ് കൂടുതൽ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതെൻ്റെ അമ്മയെ വിളിച്ചതാണെന്ന് വിചാരിച്ചുകൊണ്ട് കക്ഷി ഇവിടെ വന്നു ഉടമ്പടി എടുത്ത് പോകും. ഉടമ്പടി എടുത്ത് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അവൾ ഉടനെ അവിടെ ലെവല് എഡ്യൂക്കേഷൻ ലെവൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. ബേസിക്സ് എല്ലാം പോയിരിക്കുകയല്ലേ. നിങ്ങളിപ്പോൾ 8ാം ക്ലാസ്സിലൊക്കെ ചിലപ്പോൾ ഞാൻ 8ാം ക്ലാസ്സിലെ കണക്കിന് അടികൊണ്ടിട്ടുണ്ട്. എന്താ കാര്യം? 6ാം ക്ലാസ്സിലെ കണക്ക് ഞാൻ പല ക്ലാസ്സിൽ ആബ്സെൻ്റ് ആയിരുന്നു. ബേസിക്സ് ഇല്ലാത്തതുകൊണ്ടാണ് കണക്കിന് അടി മേടിച്ചത്. പിന്നെ ആ സാറ് 2 കൊല്ലം 3 കൊല്ലം പഠിപ്പിച്ചതാണ് കരക്കയറ്റിയത് ഞങ്ങളെല്ലാവരെയും. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ബേസിക്സ് പോയി കഴിഞ്ഞാൽ എല്ലാം പോയെന്ന് നമ്മളോട് നമ്മുടെ ഒപ്പോണൻസ് പറഞ്ഞുകൊണ്ടേയിരിക്കും. ബേസിക്സ് പോയി കഴിഞ്ഞാൽ എല്ലാം പോയി. എല്ലാം പോയെന്ന് തീരുമാനിക്കണം ആരാണ്? വഴിയെ പോണ ആൾക്കാർ, നമ്മൾ കണ്ടുമുട്ടുന്ന ആൾക്കാരാണോ? എല്ലാം പോയോ പോയില്ലെന്ന് തീരുമാനിക്കുന്നത് നിന്റെ കർത്താവ് മാത്രമാണ്. കൈയടിച്ച് കർത്താവ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. എന്നിട്ട് ഇവളുടെ കൃപയുടെ ലെവൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ഇവർക്ക് കുറച്ച് നോട്ട് കൊടുക്കും. കാര്യം പുള്ളിക്കാരത്തേക്ക് മെറിറ്റില്ലല്ലോ. മെറിറ്റില്ല, പിന്നെ എന്താ ഉള്ളത്? ഗ്രേസ് അല്ലേ ഉള്ളൂ, കൃപയല്ലേ ഉള്ളൂ, യോഗ്യതയില്ല. പിന്നെ ഉള്ളത് എന്താ? കൃപയാണ്. കൃപയുടെ ലെവൽ വർദ്ധിപ്പിക്കണം. അതിന് ഇവൾ ചെയ്യണ കുറേ കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യം എന്ന് പറയുന്നത്, ഈ കൃപാസനം പത്രം മേടിച്ചിട്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണമാണ്. അത് എല്ലാവർക്കും വിശ്വാസ പ്രമാണം എഴുതി കൊടുക്കും. അപ്പോൾ ദൈവത്തിൻ്റെ വേല ചെയ്യുമ്പോഴേ നമ്മൾ ദൈവത്തിൻ്റെ വേലയിൽ ഫുൾ ആൻഡ് ഫുൾ ഇൻവെസ്റ്റ് ചെയ്യണം. അല്ലാതെ നമ്മളെ കൊണ്ടുപോയി വേറെ ആർക്കെങ്കിലും ഒരു വേണമെങ്കിൽ ഒരു അനുഷ്ഠാനം പോലെ ആർക്കുണ്ടെങ്കിലും കൊണ്ട് ഓരോ വീട്ടിലേക്ക് കൊണ്ട് ഓരോ സാധനം ഇട്ടച്ചും പോരുകയല്ലേ. അങ്ങനെ ഒന്നും വർക്ക് ചെയ്താൽ ദൈവത്തിനറിയാം. ഇത് നീ ഒന്നാമത്തിൽ ഇതൊന്നും നിങ്ങൾ ചെയ്യണ പല കാര്യങ്ങളും, പല സൽപ്രവൃത്തികളും അതിൻ്റെ വേണ്ടത്ര മാർക്ക് കിട്ടാത്തതിൻ്റെ കാര്യം അതിന് മരിയൻ മാർക്കിങ്ങിലേക്ക് വരാത്തത് കൊണ്ടാണ്. മനസ്സിലായില്ല? നിങ്ങളൊത്തിരി സൽപ്രവൃത്തി ചെയ്യുന്നില്ലേ, പക്ഷേ അതിനൊന്ന് ചില സൽപ്രവൃത്തിക്ക് വേണ്ട. ഇപ്പം നമ്മളൊരു ചോദ്യത്തിന് ഒരു ഉത്തരവുണ്ടല്ലോ, ആ ഉത്തരം എഴുതുമ്പോൾ ചില സാറുമാർ നമ്മൾ എത്ര കിണ്ണം കാഴ്ചയായിട്ട് എഴുതിയാലും ശരി 10 മാർക്ക് ഉണ്ടെങ്കിൽ 6 മാർക്കേ തരത്തുള്ളൂ. 7 മാർക്ക് തരത്താൻ അവർക്ക് കൈവറക്കും ഉടനെ. അവരുടെ രീതി അതാണ്. ഇതുപോലെ തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്ര സൽപ്രവൃത്തികൾ ഭംഗിയായിട്ടൊക്കെ ചെയ്താലും അതൊരു മരിയൻ മാർക്ക് അതിന് വരണം. എന്നാൽ മാത്രമേ അതിൻ്റെ അകത്ത് ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ രോഗികളെ കണ്ടു, അല്ലെങ്കിൽ രോഗികളെ കുടുംബത്തിൽ ചെന്ന് അപ്പൂപ്പനെ കുളിപ്പിച്ചു, അതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ കാഴ്ചവെച്ചു, ആശുപത്രിയിൽ കൊണ്ട് ഭക്ഷണം കൊടുത്തു, അല്ലെങ്കിൽ പൈസ ഇല്ലാത്തവർക്ക് പൈസ, പഠിക്കാൻ വേണ്ടി പൈസ കൊടുത്തു. ഇങ്ങനെയൊക്കെ ഒത്തിരി സൽപ്രവൃത്തികൾ നമുക്ക് ചെയ്യാം. പക്ഷേ അതിനൊരു മരിയൻ മെഷർമെൻ്റ് ഉണ്ട്. എന്ത് ചെയ്യുന്നതെന്നല്ല പ്രശ്നം, എന്തു മനോഭാവം കീപ്പ് ചെയ്യുമ്പോഴേ. ഉടമ്പടി എടുത്തല്ല, ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും, എന്നാൽ ചെയ്തേക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യാം. നമുക്ക് അത് സാങ്കേതികം എന്നാണ് പറയണത്. സാങ്കേതികമായിട്ട് ചെയ്യാം. സാങ്കേതികമായി ചെയ്താൽ ചിലപ്പോൾ 10ൽ 5 മാർക്ക് കിട്ടും. നമുക്ക് കിട്ടുന്ന 10ൽ 9 മാർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മരിയൻ മാർക്കിങ്സിൽ, മരിയൻ മെഷർമെൻറ്റിൽ ചെയ്യണം. മരിയൻ മെഷർമെൻറ്റ് എന്താണ്? ഒരു സൽപ്രവൃത്തി ഉടമ്പടി വിധിപ്രകാരം ചെയ്യുമ്പോൾ അതിന് ഉപയോഗിക്കേണ്ട മരിയൻ മെഷറാണ് ഉപയോഗിക്കേണ്ടത്. മനസ്സിലായില്ലേ? മെഷർമെൻറ്റ് പല കാര്യങ്ങളില്ലേ. ഇപ്പോൾ ടെമ്പറേച്ചറൊക്കെ അളക്കുന്നെങ്കിൽ തെർമോമീറ്റർ ഇല്ലേ, അപ്പോൾ കാലാവസ്ഥയൊക്കെ അളക്കുന്ന സിസ്മോമീറ്റർ. ഇങ്ങനെ ഓരോരോ അവസ്ഥകൾക്ക് വ്യത്യസ്തമായ അളവുകോലാണ് ഉള്ളത്. അവസ്ഥകളെ അളക്കുന്നത് വ്യത്യസ്തമായ അളവുകോല് കൊണ്ടാണ് അല്ലേ. അതിന് ഉടമ്പടിയുടെ സൽപ്രവൃത്തികൾ അളക്കുന്നത് മരിയൻ മെഷർ ഉപയോഗിച്ചാണ്. മരിയൻ മെഷർ എന്ന് പറഞ്ഞാൽ എന്താ? അത് അമ്മ കൈവരിച്ച മനോഭാവങ്ങളാണ്. ഒരു വിഷയം നമ്മൾ ചെയ്യുമ്പോൾ മാതാവിൻ്റെ മനോഭാവം ഉണ്ടാകണം. മാതാവിൻ്റെ മനോഭാവം ഉണ്ടാകുമ്പോഴാണ് അതിന് ഫുൾ മാർക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ അത് സാങ്കേതികമായി പോകും. പറഞ്ഞൊപ്പിച്ച് എണ്ണിയൊപ്പിച്ച് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ ആൾക്കാർ. എണ്ണിയൊപ്പിച്ച് ചെയ്യാം. ഇപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, മരിയൻ മെഷർ എന്ന് പറയുന്നത്, ഇപ്പോൾ അമ്മയാണ് ഉടമ്പടി പ്രകാരം ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങനെ വചനം പോലെ എല്ലാം നിറവേറട്ടെ എന്ന് പറഞ്ഞ് ഉടമ്പടി ചെയ്താണ് അമ്മ ഉണ്ണീശോനെ ഗർഭം ധരിച്ചത്. മനസ്സിലായില്ല? അത് ഉടമ്പടിയാണേ. ഒരു കന്യയെ ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കുമെന്ന് പറയുന്നത് ഉടമ്പടിയാണ്. ആ ഉടമ്പടി അമ്മയ്ക്ക് ഉണ്ണിയെ കിട്ടാൻ വേണ്ടി അമ്മ ചെയ്തതും ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ
നിറവേറട്ടെ, അവൻ പറയണ പോലെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഉടമ്പടി ചെയ്താണ് അമ്മ ഉണ്ണീശോനെ ഗർഭം ധരിച്ചത്. ആ അമ്മയുടെ മെഷർമെൻ്റാണ് മരിയം മെഷർ. അതെന്ത് രീതിയിലാണ് അമ്മ അത് സ്വീകരിച്ചത്? അതിൽ നിന്ന് ആ ഉടമ്പടി പ്രകാരം അമ്മയ്ക്ക് എന്തുമാത്രം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. നാട്ടിൽ നിന്ന് പോകേണ്ടി വന്നു, വീട്ടിൽ നിന്ന് പോകേണ്ടി വന്നു, അല്ലേ? അജ്ഞാതമായ രാജ്യത്ത് പോയി പെരുവഴി കിടന്ന് പ്രസവിക്കേണ്ടി വന്നു. അങ്ങനെയൊക്കെയുള്ള എല്ലാവിധ ന്യൂനമർദ്ദങ്ങൾ, ആത്മീയ കാലാവസ്ഥയുടെ ന്യൂനമർദ്ദങ്ങളിലൂടെ എല്ലാം അമ്മ കടന്നു പോകുമ്പോൾ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നൊരു മരിയൻ മെഷറുണ്ട്. മനസ്സിലായില്ലേ? നിങ്ങളുടനെ രോഗീനെ പോയി കുളിപ്പിച്ച് 2 സോപ്പിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ആട്ടി വെച്ച് കൊണ്ടുവന്ന് കുറച്ച് വെള്ളം കോരി വെച്ച് ഉടനെ ഇൻ്റർനെറ്റിൽ വിസ വന്നാൽ അടിച്ച് നോക്കിയാൽ പണി തെണ്ടിയത് തന്നെ. പല അണ്ണന്മാരും ചേച്ചിമാരും പെങ്ങന്മാരും ചെയ്യണത് ഇങ്ങനെയാണ്. ഓരോ പണി ചെയ്യും, ചെയ്തിട്ട് നമ്മൾ ഇൻ്റർനെറ്റിൽ നോക്കും, വിസ വന്നാന്ന് നോക്കും. എൻ്റെ മകളെ, എന്ത് പറയാനാണ് നിന്നെക്കുറിച്ച്? ഇങ്ങനെയല്ല ദൈവത്തോട് ഇടപെടേണ്ടത്. ഓരോ കാര്യം ചെയ്തിട്ട് വന്നിട്ട് കമ്പ്യൂട്ടർ നോക്കും, ഓഫർ ലെറ്റർ വന്നാൽ നോക്കും, റിസൾട്ട് വന്നാൽ, സർട്ടിഫിക്കറ്റ് വന്നാൽ നോക്കും. അങ്ങനെ ദൈവത്തിനെ ഭീഷണിപ്പെടുത്തി നോക്കുകയല്ല. നിൻ്റെ നക്കാപ്പിച്ച കൊണ്ടാണ് ദൈവം ജീവിക്കുന്നത്. നിനക്ക് ദൈവം കൃപ തന്നുകൊണ്ട് ഞാൻ ചെയ്യുന്നു, അല്ല നിനക്ക് ചെയ്യാൻ പറ്റത്തില്ല. കൈ കാര്യം പൊങ്ങാത്ത എത്രയോ മനുഷ്യരുണ്ട്. കൈ കാര്യം പൊങ്ങുന്നതിന് ആദ്യം ദൈവത്തോട് നന്ദി പറയുക. ശ്രുതികട്ടെ ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് ആശ്ലി എന്താ ചെയ്യണമെന്നറിയാവോ? ആശ്ലി പിന്നീട് ചെയ്തത് കുറേ നിലഗിരിയിലല്ലേ, കുറേ തമിഴ് പത്രങ്ങൾ വാങ്ങിക്കും. 2ാമത്തെ വരവിന് കുറേ തമിഴ് പത്രങ്ങൾ വാങ്ങിക്കും. തമിഴ് പത്രങ്ങൾ വാങ്ങിച്ചിട്ട് പക്ഷേ തമിഴ് ഇവർക്ക് അറിയത്തില്ല. ഈ തമിഴ് വിശ്വാസപ്രമാണം ചില എഴുതണമല്ലോ, അത് ആൾക്കാർക്ക് കൊടുക്കണമല്ലോ, അതാണ് രീതി. അതൊക്കെ അറിയത്തില്ല. ആങ്ങളെ കൊണ്ട് കുത്തിയിരുന്നത് തമിഴ് വിശ്വാസപ്രമാണം എഴുതിക്കും. ഓരോ മനുഷ്യന്മാർ ദൈവത്തിൻ്റെ തടുക്കണ രീതി പറഞ്ഞു തരികയാണ്. അത് നിങ്ങളെ കാണിച്ചു കൂട്ടിയിരിക്കുന്ന നേർച്ച ഇടൽ പരിപാടിയുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. ഇവിടെ നേർച്ച പോലെ ഇടഞ്ഞു പോയി അണ്ണന്മാരില്ലേ, അതുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. അവർ അത് വാങ്ങിച്ചിട്ട് സന്തോഷത്തോടെ പോയി ജോലി ചെയ്യണം. എന്നിട്ട് എന്താ നമ്മുടെ റിസൾട്ട് ദൈവത്തിന് ഏൽപ്പിക്കണം. ദൈവത്തിന് ഇഷ്ടമുള്ളപ്പോൾ ദൈവം ഇഷ്ടമുള്ള പോലെ കൃത്യമായിട്ട് ചെയ്യും. ഞാൻ എൻ്റെ ദൈവത്തെ വിശ്വാസത്തിൽ എടുക്കുന്നു. അല്ലാതെ നീ ഇങ്ങനെ നക്കാപ്പിച്ച ഓരോ കാര്യം ചെയ്തും എൻ്റെ ആനക്കാര്യം ചെയ്തെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ദൈവം എനിക്കത് ചെയ്തു തന്നെ ദൈവമായിട്ട് ബാർഗൈൻ ചെയ്യണ പരിപാടിയല്ല. അങ്ങനെ ബാർഗൈൻ ചെയ്യണമെങ്കിൽ ഇവർക്ക് ബാർഗൈൻ ചെയ്യാൻ പറ്റുന്നത്രയും നമുക്ക് ബാർഗൈൻ ചെയ്യാൻ പറ്റുമോ? അവർ അമലോത്ഭവയാണ്. കുഞ്ഞുനാൾ മുതൽ ദൈവം എന്ന് പറഞ്ഞ് 4 വയസ്സ് കഴിഞ്ഞിട്ട് ഏതാണ്ട് പള്ളി തന്നെയാണ് 12ാം വയസ്സ് വരെ താമസിച്ചത്. ഈ വചനം മുഴുവനും കേട്ടത് സാമൂലിൻ്റെ അമ്മ പറഞ്ഞ സങ്കീർത്തനങ്ങളാണ് അവർ സ്വസ്ത്രഗീതമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതവർ അന്ന് കാണാൻ പഠിച്ചാണ്. അവിടെ അന്ന് ദേവാലയത്തിൽ താമസിച്ച് 4 വയസ്സ് തൊട്ട് 12 വയസ്സ് വരെ ദേവാലയത്തിൽ അമ്മ താമസിച്ചപ്പോൾ ആ ദേവാലയത്തിൽ വായിച്ചു കേട്ട സങ്കീർത്തനങ്ങളെല്ലാം കാണപ്പാടമാണ് ആളിനെ. അതാണ് സാമൂലിൻ്റെ അമ്മ പറഞ്ഞിരുന്ന ഗർഭം ധരിച്ച് പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ തന്നെയാണ് പകുതി മുക്കാലും അമ്മയുടെ സ്വസ്ത്രഗീതത്തിൽ വരുന്നത്. അത്രയും വചനത്തോട് ഫോണ്ടാണ്, വചനത്തിൻ്റെ ദാസിയായിട്ട് ജോലി ചെയ്താണ്. അതാണ് പറയണത്. വചനം കേൾക്കുമ്പോൾ അമ്മ പറയുന്ന വാക്ക് ഇതാ കർത്താവിൻ്റെ ദാസി എന്നാണ്. വചനത്തിൻ്റെ മുമ്പിൽ മകളും മകനും ആകാൻ പറ്റത്തില്ല. നമുക്ക് ദാസനും ദാസിയുമാകാൻ പറ്റത്തുള്ളതെന്ന് ലോകത്തോട് പറയുന്നത് അമ്മയാണ്. കൈ ഇടിച്ച് കർത്താവ്